സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ വേദി കൂടിയായ തൃശൂരിൽ ഇത്തവണ എതിർ രാഷ്ട്രീയക്കാരെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കൊലപാതകം പരീക്ഷിക്കപ്പെട്ടത് സ്വന്തം ഗ്രൂപ്പിന് വേണ്ടി തന്നെയായിരുന്നു. ഭാവി രാഷ്ട്രീയത്തിന് ഒട്ടും ശുഭകരമായിരുന്നില്ല തൃശൂരിലെ നേതൃനിര എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കൊലപാതകം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ഐ ഗ്രൂപ്പിനുള്ളിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ കൊലപാതകത്തിലാണ് കലാശിച്ചത്. കോൺഗ്രസിന്റെ അയ്യന്തോൾ മണ്ഡലം സെക്രട്ടറി മധു ഈച്ചരത്ത് കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായതാവട്ടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രേംജിത്ത് കൊളത്തൂരായിരുന്നു. മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രേംജിത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട മധുവും സംഘവുമായിരുന്നു വീട് കയറി പ്രേംജിത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മധു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ജയിൽ വിട്ടിറങ്ങിയത്. മധു പുറത്തിറങ്ങാൻ കാത്തിരുന്ന പ്രേംജിത്ത് മധുവിന്റെ ആദ്യകാല ശത്രുക്കളെ കൂട്ടുപിടിച്ച് അമ്പലമുറ്റത്ത് വെച്ച് മധുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിലായതോടെ ജില്ലയിലെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും കുന്നുകൂടിയിരിക്കുന്ന ക്രിമിനലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗ്രൂപ്പ് വൈര്യം തീർക്കാനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ആദ്യമായിട്ടല്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു കൊലപാതകം സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ്. കൊല്ലപ്പെട്ട മധുവും കേസിൽ പിടിയിലായവരും ജില്ലയിലെ പ്രമുഖ ഗുണ്ടയായിരുന്ന ദുർഗാപ്രസാദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. ദുർഗാപ്രസാദ് കൊല്ലപ്പെട്ട ശേഷം ഇവർ വഴിപിരിഞ്ഞെങ്കിലും ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം നിലനിർത്തിയതാണ് അടുത്ത കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണം.